ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ജേർണലിങ് വീഡിയോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഒരു 4-5 പേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, എങ്ങനെയുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ട്യൂലിപ്പ് തീമിൽ വരുന്ന ഈ ഒരു ജേർണലിംഗ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് അധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രോബെറി തീമിലുള്ള ഒരു ജേർണലിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സപ്ലീസാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വരച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കണേ കേട്ടോ. അല്ലാത്ത സംഭവങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. പിന്നെ അതിൽ കുറച്ച് കോഡ്സ് എഴുതി കൊടുക്കുന്നുണ്ട്, സ്ട്രോബെറിനെ കുറിച്ചുള്ള കോഡ്സും. പിന്നെ എൻ്റെ ചാനലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇത് രണ്ടാമത്തേതാണ്. ഇതൊരു സ്കൈ തീമിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു റെയിൻബോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ പേപ്പേഴ്സും അതൊക്കെ ഞാൻ ഈ ക്ലൗഡിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ വരച്ചു കൊടുത്തതാണ്. പിന്നെ അതിൽ കുറച്ച് കോഡ്സ് സ്കൈനെ കുറിച്ചും പിന്നെ ബ്ലൂ കളറിനെ കുറിച്ചും ക്ലൗഡ്സിനെ കുറിച്ചൊക്കെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജേർണലിംഗ് വന്നിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് ഷെയ്ഡിലുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജേർണലിംഗ്. അപ്പോൾ ഇതിൽ ഞാൻ എഴുതി കൊടുക്കുന്നത് ബ്ലൂ കളറിനെ കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൈ, ക്ലൗഡ് അതൊക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റിൽ പറയട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരും എല്ലാത്തിൻ്റെയും ഫുൾ ലുക്ക്. പിന്നെ ഇതൊരു യെല്ലോ തീമിലുള്ള ഒരു ജേർണലിംഗ് ആണ്. ഇതാണ് മൂന്നാമത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഫ്ലവേഴ്സാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു പാറ്റേൺ പേപ്പറാണ്. അത് ചെറുതായിട്ടൊന്ന് പാളി, അത് യെല്ലോ കളറായിരുന്നു. പിന്നെ അതുമ്പോൾ ചെറുതായിട്ട് ഓറഞ്ച് കളർ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് അങ്ങനെ ഒരു മോഡലായി. അപ്പോൾ ഞാൻ സൺഫ്ലവേഴ്സാണ് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാൻ സൺഫ്ലവേഴ്സിനെ കുറിച്ചും ഫ്ലവേഴ്സിനെ കുറിച്ചൊക്കെ എഴുതി കൊടുത്തത്. എനിക്കിഷ്ടപ്പെട്ട ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി കൊടുത്തത്. അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. നമുക്കിഷ്ടപ്പെട്ടൊക്കെ വലിച്ചു വരിക. അപ്പോൾ പിന്നെ ഇത് അധികം ഇതാക്കാതെ സിമ്പിളായിട്ടുള്ള ജേർണലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള ജേർണലിംഗ് ആണ് നമ്മളുടേത്. ഒക്കെ അതേപോലെ തന്നെയാണ്. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ യെല്ലോ കളറിനെ കുറിച്ച് അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു പർപ്പിൾ തീം. ഇത് ലാസ്റ്റത്തെ പേജ് ഓഫ് ജേർണലിംഗ് ആണ്. അപ്പോൾ ഇത് ഒരു ബ്ലൂബെറി ആണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തൊരു ബെറി അത്. പിന്നെ ഞാൻ തന്നെ പേപ്പറിൽ ചെക്സ് കളർ കൊണ്ട് വരച്ചു കൊടുത്തിരുന്നു. അതൊക്കെ തന്നെയാണ്. അല്ലാതെ എക്സ്ട്രാ സ്റ്റിക്കേഴ്സ്, വാഷി ടൈപ്സ് അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സിമ്പിളായിട്ട് ആണ് ചെയ്യുന്നത് എല്ലാതും. പിന്നെ ഞാൻ പർപ്പിൾ കളറിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് കളറാണ്. അങ്ങനെയൊക്കെ കുറിച്ച് അതിനെപ്പറ്റി. പിന്നെ ബ്ലൂബെറി എന്നൊരു ഹെഡ്ലൈന് കൊടുത്തിട്ട് ബ്ലൂബെറിനെ കുറിച്ചും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് കോട്ട്സും അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പർപ്പിളിൽ നിന്ന് വലുതാക്കി ഒരു സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കണ്ടാലോ.